ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു ബോണ്ട എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. മസാല ബോണ്ടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ചായക്കടയിൽ നിന്നൊക്കെ കിട്ടണ അതേ ടേസ്റ്റിലും രുചിയിലും എല്ലാം നമുക്ക് ഈ ബോണ്ട വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പറയാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടണം. എങ്കിലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കാണിക്കാനുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്നത് ഒരു ലൈറ്റാണ്, പക്ഷേ അതിനകത്ത് ഒരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുട്ട വിരിഞ്ഞ് 2 കുഞ്ഞുങ്ങളും കൂടി ആ കൂട്ടിലുണ്ട്. ഈ കിളിയുടെ കുഞ്ഞാണ് കേട്ടോ നമ്മുടെ കൂട്ടിലുള്ളത്. അപ്പോൾ ആ കിളി ഇതാ കണ്ടോ, ആ കമ്പിയിൽ 2 കിളികളിരിക്കണ കണ്ടോ. അപ്പോൾ അത് ഈ നമ്മുടെ കൂട്ടിനകത്തുള്ള കിളികളുടെ അമ്മക്കിളിയും അച്ഛൻ കിളിയുമാണ് കേട്ടോ. അപ്പോൾ കൂട്ടിനകത്ത് കിളിയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പുറത്ത് കൂടി നോക്കുമ്പോൾ കിളിക്കുഞ്ഞിന് അത് തീറ്റ കൊടുക്കുന്നത് കാണാം കണ്ടോ. 2 കുഞ്ഞുങ്ങൾക്ക് അത് തീറ്റ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ അത് എന്നെ കണ്ടുകൊണ്ടിട്ട് ആ വലിയ കിളി ഇപ്പോൾ കുഞ്ഞുങ്ങളോട് അനങ്ങാതെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പറന്നു പോയിട്ട്, ഇത് കണ്ടോ, ഇപ്പോൾ അത് അനങ്ങാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ എന്ത് അനുസരണ ഉണ്ടല്ലേ ഈ കുഞ്ഞുകിളികൾക്ക്, കണ്ടോ, എന്നെ കണ്ടപ്പോൾ അനങ്ങാതെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് എന്നാൽ കിച്ചണിലേക്ക് പോകാം. നമുക്ക് ആദ്യം നമ്മുടെ ബോണ്ടയുടെ മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ബോണ്ട കവർ ചെയ്ത് തന്നെ ഒരു മാവില്ലേ, അത് നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബോണ്ടയ്ക്ക് ആവശ്യമുള്ള കിഴങ്ങും സവാളകളും എല്ലാം നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത്ര സമയം നമ്മുടെ മാവ് ഒന്ന് എന്താ പറയുക, ഒന്ന് ആ പൊന്തി വരാനൊക്കെ, നമ്മൾ ഇപ്പോൾ മാവിനകത്ത് പൊങ്ങി വരാനായിട്ട് സോഡാപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ നമ്മളൊന്ന് മാവ് കുഴച്ച് വെക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ മാവ് എങ്ങനെയാണ് കുഴക്കേണ്ടത്, അതിന് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കപ്പ് കടലമാവ്, 1/4 കപ്പ് മൈദ. മൈദക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു സ്വല്പം മുളക് പൊടി. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. എപ്പോഴും നമ്മൾ എന്ത് കുഴക്കുമ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ എല്ലാ വെള്ളവും കൂടി ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുത്തേക്കണത്. ദോശക്ക് അരക്കണ ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മാവ് ഇരിക്കുന്നത്. മാവ് ഇനി നമുക്ക് അടച്ചു വെച്ചേക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബോണ്ടയുടെ അകത്ത് വെക്കാനുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ്, 2 സവാള, 1 കഷ്ണം ഇഞ്ചിയും, 1 തണ്ട് വേപ്പിലയും, കുറച്ച് മല്ലിയിലയും, 4 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചിയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഇത്തിരി നീളത്തിൽ നേരിയതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. കടുക് കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ് കേട്ടോ. കടുക് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. സവോളയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം കേട്ടോ.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാളയും ഇഞ്ചി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് തന്നെ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മളുടെ സവാള എല്ലാം പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. സവാളയെല്ലാം ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വേപ്പില ചെറുതായിട്ട് കീറിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ഉരുളക്കിഴങ്ങ് ഞാൻ തൊണ്ട് കളഞ്ഞതിന് ശേഷം 2ആക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുക്കറിനകത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം പൊടി പോലെ ഉടച്ചെടുത്തില്ല കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളുള്ള രീതിയിലാണ് ഉടച്ചെടുത്തത്. നമ്മുടെ ബോണ്ട കഴിക്കണ സമയത്ത് ബോണ്ടയുടെ അകത്ത് വലിയ വലിയ കഷ്ണം ഉരുളക്കിഴങ്ങ് ഉള്ളതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, മൊത്തം നല്ല പൊടി പോലെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ചും കൂടി നമ്മുടെ ഈ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത മസാലയുടെയൊക്കെ ആ ഒരു മണമൊക്കെ, ആ കുത്തൽ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ സവാളയുടെ അകത്ത് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചില ആൾക്കാർക്ക് യെല്ലോ കളറിൽ തന്നെ ഇതിനകത്ത് മസാല ഇരിക്കുന്നതായിരിക്കും, നമ്മുടെ ഉരുളക്കിഴങ്ങ് യെല്ലോ കളറിൽ ഇരിക്കുന്നതായിരിക്കും കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സവാളയിൽ മുളക് പൊടിയും ചിക്കൻ മസാലയും ഇടണ്ട കേട്ടോ, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ മസാലയും കൂടി ഇതിൽ ആഡ് ചെയ്തേക്കണത്. നമുക്ക് വൈകിട്ട് ചായയുടെയൊക്കെ കൂടെ കഴിക്കുമ്പോഴത്തേന് ആ ഒരു മസാലയുടെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇല്ല നിങ്ങൾക്ക് യെല്ലോ കളറിൽ മതി, അല്ലെങ്കിൽ കുട്ടികൾക്ക് എരിവൊന്നും അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം മതി. പൊടികളുടെ എല്ലാ കുത്തലും മണവും എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിൽ കുറച്ച് ഉപ്പ് വേവിച്ച സമയത്ത് ഇട്ടത് കൊണ്ടിട്ടാണ്. പിന്നെ സവാളയിലും കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്രയും ഉപ്പ് മതിയാവും. അപ്പോൾ നിങ്ങൾ ഈ സമയം ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ഇതിനകത്തേക്ക് മല്ലിയിലയും കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പം മല്ലിയില നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. എനിക്ക് മല്ലിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മല്ലിയിലേക്ക് ഇടണത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട. ഇനി നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലക്കൊക്കെ ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് ബോണ്ടയൊക്കെ ഇല്ലേ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒട്ടും സമയം എടുക്കില്ല. നമ്മളൊരു കുറച്ചൊന്ന് മനസ്സ് വെച്ചാൽ മതി. നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ഉണ്ടാക്കി ഒരു അരമണിക്കൂർ മതി. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എപ്പോഴും ഈ ബേക്കറി പലഹാരം തന്നെ കഴിച്ചാൽ പോരല്ലോ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും അതൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയുടെ എല്ലാം ചൂടെല്ലാം ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബോണ്ടയുടെ ഷേപ്പിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം.
17 ഉരുള നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ അതേ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഉരുള ഉണ്ടാക്കിയെടുത്തേക്കണത്. അപ്പോൾ ഇനി നമുക്ക് വേഗം ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ അടുപ്പിൽ വെച്ചേക്കണത്. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഇതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ, ആ മാവിനകത്തേക്ക് നമ്മൾ ഉരുട്ടി വെച്ചേക്കണ ആ ബോണ്ട അത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഈ എണ്ണയിൽ കിടക്കണ ഈ ബൂന്ത് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കോരി കളഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ ബോണ്ട ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബോണ്ടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബോണ്ട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോണ്ട ഉണ്ടാക്കാനെടുത്ത ആ മാവില്ലേ, അത് ഒരു സ്വല്പം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുറച്ച് എന്താ പറഞ്ഞാൽ പക്കവട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ മാവ് നമ്മളിങ്ങനെ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ ചേർത്തിട്ട് നമുക്കൊരു പക്കവട ഉണ്ടാക്കാം. ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഇട്ടു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്വല്പം ചേർത്താൽ മതി ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ സവാളയൊക്കെ നല്ല ഇങ്ങനെ ഉടച്ചുടച്ച് നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മാവ് കളയേണ്ടി വന്നില്ലല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതും ഒരു കടിയായി നമുക്ക് ചായക്ക്. നിങ്ങൾക്ക് പച്ചമല്ലി ഉണ്ടെങ്കിൽ പച്ചമല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലെ പച്ചമല്ലി ഇപ്പോൾ തീർന്നത് കൊണ്ട് എനിക്ക് ഇടാനില്ല. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ പക്കവട ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പക്കവടയും കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിപ്പക്കവട എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പക്കവടയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല ബോണ്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചായയുടെ കൂടെ നമ്മുടെ ഉള്ളിപ്പക്കവടയും
മസാല ബോണ്ടയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉണ്ണിക്കുട്ട ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അപ്പോൾ ഉണ്ണിക്കുട്ടന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മള് ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കൂലേ, അതേ ടേസ്റ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല രസത്തില് കണ്ടോ, സൂപ്പർ. നമ്മുടെ ഉള്ളി വെച്ചും കൂടെ കഴിച്ചു നോക്കാം. നമ്മുടെ ബാക്കി വന്ന മാവുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഉള്ളി വെച്ച് കേട്ടോ, പക്വട, ഉള്ളി വെച്ച് അങ്ങനെയൊക്കെ പറയാം, കഴിച്ചു. അപ്പൊ പക്വടയുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഉള്ളി വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. സൂപ്പർ അടിപൊളി. അപ്പൊ നമ്മുടെ ബോണ്ട, നമ്മുടെ പക്കവട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പൊ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിലെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.